So മോസ്റ്റ്ലി നമ്മുടെ അടുത്ത് വരുന്ന ബോഡി ബിൽഡേഴ്സിൻ്റെ മെയിൻ കൺസേൺസ് ബിക്കോസ് അവർ റെഗുലർ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതുകൊണ്ട് മോസ്റ്റ്ലി അവരുടെ വെൽ ചിസിൽഡ് ചെസ്റ്റ് ആയിരിക്കും. Yeah. ബട്ട് ആ നിപ്പിളിൻ്റെയും ഏരിയോലയുടെ ചുറ്റുമുള്ള ഒരു പഫിനെസ് ആണ് അവരുടെ മെയിൻ Main കൺസേൺസ്. concern. അപ്പോൾ അത് നമുക്ക് സർജിക്കലി റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ബട്ട് ഇത് സർജിക്കലി റിമൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ചെറിയൊരു മുറിവുണ്ടാക്കി വേണം ഈ ഒരു ടിഷ്യൂ റിമൂവ് ചെയ്യാൻ. Yeah. അപ്പോൾ അത് യൂഷ്വലി അതൊരു കൺസീലിംഗ് ആയിട്ടാണ് നമ്മൾ ആ മുറിവ് ഉണ്ടാക്കുന്നത്. ആ ചെസ്റ്റിൻ്റെ കണ്ണ് ആ ഏരിയോലയുടെ നോർമൽ സ്കിൻ്റെ മാർജിൻ ഇല്ലെങ്കിൽ ആ മസിലിൻ്റെ മാർജിൻ ഒരു ഹിഡൻ ക്രീസ് പോലെ അവിടെ ഉണ്ടാക്കിയാണ് ചെയ്യുമ്പോൾ. അപ്പം ഫൈനലി അത് ചെയ്തു വരുമ്പം ഡെഫിനറ്റ്ലി ഒരു നല്ല സ്കാർ അറിയാത്ത ഒരു സ്കാർ രീതിയിലായിരിക്കും അത് റീകവറി ചെയ്യുന്നത്. പിന്നുള്ള മെയിൻ കൺസേൺസ് അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എത്ര നാൾ റീകവറി എടുക്കും, വെൻ ഐ ക്യാൻ ഗോ ബാക്ക് ടു മൈ ട്രെയിനിങ് ഷെഡ്യൂൾ ആൻഡ് ഓൾസോ. യൂഷ്വലി ഒരു ഗൈനക്കോമാസ്റ്റിയ നമ്മൾ ചെയ്യുമ്പം ദാറ്റ് അതിൻ്റെ റീകവറി ഇനീഷ്യൽ റീകവറി ഒരു 2 to 3 weeks ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് ചെറിയ പെയിൻ, സോർനെസ്, ഒരു സ്വെല്ലിംഗ് ഒക്കെ കാണാം. അപ്പോൾ ആ ഒരു സമയത്ത് വി അഡ്വൈസ് ദം ടു വിയർ എ പ്രഷർ ഗാർമെൻറ്റ് ഫോർ എ ബെറ്റർ റീകവറി. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 to 6 weeks ആ സമയത്ത് ദേ ക്യാൻ സ്റ്റാർട്ട് മസിൽ സ്ട്രെങ്തനിങ് ആൻഡ് ഓൾ. But initially, absolute restful alla. Even after 1 week, they can start aerobics exercise. They can have their diet regulations follow cheyanadana. And for competitive aspect, definitely probably they should wait probably 6 months because how oru samayathu avarku ulla gain they should Make do. the gains actually. That's correct. Yeah. But ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ബോഡി ബിൽഡേഴ്സ് ഇപ്പോൾ ഇതൊന്ന് സർജറി ചെയ്ത് റിമൂവ് ചെയ്തു. അഗെയിൻ വെൻ ദേ ഗോ ബാക്ക് ആൻഡ് യൂസ് ദീസ് ടെസ്റ്റോസ്റ്ററോൺ അഗെയിൻ, is there a tendency to regain There's a rarely possibility there can happen, maybe because അവിടെ ബ്രസ്റ്റ് ടിഷ്യൂൻ്റെ എന്തെങ്കിലും റെസിഡ്യൂൽ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അഗെയിൻ ഡെവലപ്പ്. സോ ഐഡിയലി ഫോർ അവർ മെഡിക്കൽ പെർസ്പെക്റ്റീവ് അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചെയ്യുവാണെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ഗോ അണ്ടർ ഇവാലുവേഷൻ ആൻഡ് പെർമിസിബിൾ ലിമിറ്റിൽ തന്നെ കൊടുക്കേണ്ടതായിരിക്കും. കൊടുക്കുന്നവരും പ്ലസ് എനിത്തിങ് മോർ ഇൻ ദാറ്റ് ആസ്പെക്ട് ഡോക്ടർ There സുമയ്യ? should be actually നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിനൊരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഇല്ല, ലൈക്ക് വാട്ട് ഡോസ് ടു ഗിവ്, ഹൗ ലോങ് ടു ഗിവ്. അപ്പോൾ അതൊരു ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ സംതിങ് അങ്ങനെ എന്തെങ്കിലും വരണം. ഗൈഡ് ലൈൻസ് ഷുഡ് ബി ദെയർ. അതർവൈസ് യൂഷ്വലി പീപ്പിൾ എൻഡ് അപ്പ് മിസ്യൂസിങ് ആൻഡ് അതിൻ്റെ സൈഡ് എഫക്ട്സ് വരും. I think you have been Mr. Kerala 2023 yeah. and you are part of World Fitness Federation. അപ്പം അങ്ങനെ അവർക്ക് ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ടോ ഇതിനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച്? ദാറ്റ്സ് ദ പ്രോബ്ലം ആക്ച്വലി. അത് നോട്ട് ജസ്റ്റ് WFF, ഏതൊരു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ എടുത്തു കഴിഞ്ഞാലും ദേ ഡോണ്ട് കെയർ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അതാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. യു ഡു വാട്ട് എവർ യു വാണ്ട്, ഗെറ്റ് ദാറ്റ് ലുക്ക് ഓൺ ദ സ്റ്റേജ്. Understood, yeah. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെയുള്ള ഒരുപാട് ട്രെയിനേഴ്സിന് ഈ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ഇത് വരുത്തുന്ന ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് ടെസ്റ്റോസ്റ്റിറോൺ, എനി സ്റ്റെറോയിഡ് ഇത് വരുത്തുന്ന ഒരു പ്രോബ്ലമായിട്ടോ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല. സോ ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ. സോ ഇങ്ങനെയൊരു ഗൈഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ടും ആണ് ഈ ആളുകൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ പീപ്പിൾ തിങ്ക് മോർ ഇസ് ബെറ്റർ. It's the reverse actually. Less is better. Because more use ചെയ്യുമ്പോൾ not just regarding the gyno, but even this affects your androgenic receptors. Correct. She knows it very well actually. Yeah. So what happens, the receptors won't be able to use it. People don't know that actually. So that's one of the thing. Another thing, നമ്മൾ anabolic steroidsൻ്റെ കാര്യം പറയുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല, people nowadays are using a lot of growth hormone, human growth hormone. So like growth hormone also causes this. But മാമിന് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റും, വെദർ ഗ്രോത്ത് ഹോർമോൺ കോസസ് ദീസ് ഗൈനോ ഓർ നോട്ട്. യെസ്, ആക്ച്വലി ഗ്രോത്ത് ഹോർമോൺ ഓൾസോ കോസസ് ഗൈനക്കോമാസ്റ്റിയ. മെയിൻലി അതിനൊരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എഫക്റ്റ് ആണ്. ഹോർമോണിൻ്റെ പേര് തന്നെ ഗ്രോത്ത് ഹോർമോൺ എന്നാണ്. സോ ഈവൻ ബ്രസ്റ്റ് ഗ്ലാൻഡുലർ ടിഷ്യൂവിൽ എന്തുകൊണ്ട് എന്നുള്ള കറക്റ്റ് മെക്കാനിസം എവിടെയും പറയുന്നില്ല. ബട്ട് ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എഫക്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. എസ്പെഷ്യലി ദ ഡോസസ് ബീങ് യൂസ്ഡ് വുഡ് ബി ഹയർ ദാൻ വാട്ട് ഈസ് യൂഷ്വലി ബീങ് പ്രിസ്ക്രൈബ് ഫോർ ലൈക്ക് ദ ഇൻഡിക്കേഷൻസ് ഫോർ ഇറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഗ്രോത്ത് ഹോർമോൺ ഓൾസോ കോസസ് ഗൈനക്കോമാസ്റ്റിയ. അപ്പം ആൻഡ് ഐ തിങ്ക് ദ യൂസ് ഷുഡ് ബി ഡിസ്കറേജ്ഡ് ഡെഫിനറ്റ്ലി. എനിത്തിങ് മോർ ടു ആഡ്? യെസ്. പിന്നീട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സൈക്കിൾ ചെയ്ത് പോവുകയാണ്. സൈക്കിൾ ചെയ്ത് പോയി കഴിയുമ്പോൾ ബോഡി ബിൽഡേഴ്സ് നമ്മൾ ഈ സൈക്കിൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ദർ ഇസ് എ തിങ് നോൺ എസ് PCT,
ലൈക്ക് ഏർലിയർ സെറ്റ് നമ്മൾ 6 to 10 months കൊണ്ട് നമ്മൾ ഇത് നാച്ചുറലി റിക്കവർ ചെയ്തെടുക്കും. ലൈക്ക് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ, നിങ്ങൾ എക്സോജനസ് ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുമ്പോൾ ഇൻറ്റേർണൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുകയും ലൈക്ക് മേ ബി ഈസ്ട്രജൻ ആസ് വെൽ എസ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഈസ് എ ബിഗ് ടോപ്പിക്, വിൽ കം ടു ദാറ്റ്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ബോഡി ബിൽഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഡോണ്ട് വെയിറ്റ് ഫോർ ദി 6 to 10 months or something. Immediately within the next 2 weeks, I mean even I do that because ഇവർക്ക് ഇനിയും കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. ദേ ഹാവ് ടു ഡു ദ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓർ അവർക്ക് വീണ്ടും സൈസ് ഗെയിൻ ചെയ്യണം. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വി ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ് മച്ച്. വി വെയിറ്റ് ഫോർ 2 weeks, ദെൻ വിൽ ടെൽ ദം ടു ഗോ ആൻഡ് ഡു ദി ബ്ലഡ് വർക്ക്സ്. സോ ആ ബ്ലഡ് വർക്ക് ചെയ്യുമ്പോൾ if your LH and FSH is varied or നിങ്ങളുടെ HPT സിസ്റ്റത്തിന് ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ definitely will go for PCT, which is post cycle therapy. There we introduce this thing known as HCG. സോ HCG ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ പറയുന്ന ആ ഒരു HPT ക്രാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേർണൽ ടെസ്റ്റോസ്റ്ററോൺ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്നത്. ബട്ട് അഗെയിൻ ദർ ഈസ് ഓൾസോ എ പ്രോബ്ലം. Even this HCG, I think even this HCG can cause this gyno. അതെ, HCG അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഈ അരോമറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെസ്റ്റോസ്റ്ററോണെ ഈസ്ട്രോജനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ HCGക്ക് ഈ അരോമറ്റേസിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അരോമറ്റേസിൻ്റെ ആക്ടിവിറ്റി അത് കൂട്ടും. അപ്പം HCG ഓൾസോ കോസസ് ഗൈനക്കോമാസ്റ്റിയ. ഈവൻ ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിലും നമ്മൾ പലപ്പോഴും ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് അപ്പോൾ ഒരു ഫെർട്ടിലിറ്റി വേണ്ട കേസസിൽ നമ്മൾ HCG കൊടുക്കും, അതായത് പാർട്ട്ണർ കൺസീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ HCG കൊടുക്കുമ്പോഴും ഗൈനക്കോമാസ്റ്റിയ വരുന്നതായിട്ട് ഇറ്റ് ഈസ് സീൻ. സോ അങ്ങനെ HCG കൊടുക്കുമ്പോൾ ഇഫ് ദാറ്റ് അരോമറ്റൈസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ ഒരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ, വാട്ട് ഇഫ് വി യൂസ് സം അരോമറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് ആസ് വെൽ എസ് മേ ബി സം സെർംസ് HCയുടെ കൂടെ യൂസ് ചെയ്താൽ is it possible to control? I think people do use it. I think bodybuilders PCT protocol അങ്ങനെയാണ്. HCG മാത്രമായിട്ടല്ല, but some people what they do is they abuse this HCG also. ഇതൊരു ചെറിയ ഡോസേജ് മേ ബി ലൈക്ക് ഇൻ ബോഡി ബിൽഡിംഗ് ടൈമിൽ പറയുകയാണെങ്കിൽ ഡോസേജ് പറയാൻ പാടില്ല. സ്റ്റിൽ ലൈക്ക് ഒരു 500 IU അല്ലെങ്കിൽ 1000 IU ലൈക്ക് എവറി 3 to 4 ഡേയ്സിലാണ് കൊടുക്കുന്നത്. മേ ബി മാക്സിമം ഒരു 3 weeks. ബട്ട് ദീസ് പീപ്പിൾ ടേക്ക് 2000 IU 5000 IU ഇൻ എ സിംഗിൾ ഷോട്ട്. സോ ദാറ്റ്സ് ദി ഇഷ്യൂസ് ആക്ച്വലി. ആൻഡ് ഇത് ഗൈനോയുടെ പ്രോബ്ലത്തിൽ മാത്രമല്ലാതെ നിങ്ങളുടെ നോർമൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നിങ്ങളുടെ ലേഡിക് സെൽസിനെ കംപ്ലീറ്റ് മേ ബി ഷട്ട് ഡൗൺ ചെയ്ത് കളയും. ഗൈനക്കോമാസ്റ്റിയ ഒരു നോർമൽ കാര്യം, ഇറ്റ്സ് ലൈക്ക് എനിക്ക് തോന്നുന്നു 40 to 50% പോപ്പുലേഷൻ ദേ ഹാവ് ഗൈനക്കോമാസ്റ്റിയ. ബട്ട് അതൊരു ഇങ്ങനത്തെ ബോഡി ബിൽഡേഴ്സ് ആൾക്കാരനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അവരുടെ കോമ്പറ്റേറ്റീവ് ഈവൻസിനെ, അവരുടെ അപ്പിയറൻസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആഫ്റ്റർ ഇവാലുവേഷൻ ഡെഫിനറ്റ്ലി വി ക്യാൻ അവൈൽ ദാറ്റ്. ബട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടും അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഗൈനക്കോമാസ്റ്റിയക്ക് ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് ഗ്ലാൻഡുലാർ കോമ്പണൻറ്റ് മാത്രമാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ആ എക്സിഷൻ പറഞ്ഞ പോലെ ചെയ്യാം. ബട്ട് ചിലർക്ക് അത് ഫാറ്റ് കോമ്പണൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ലൈപ്പോസെക്ഷൻ ചെയ്യാം. പിന്നെ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഗൈനക്കോമാസ്റ്റിയ അത് ബോഡി ബിൽഡേഴ്സ് യൂഷ്വലി കാണാറില്ല. നോർമലി ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം നമുക്ക് സ്കിന്നും എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്കിൻ നമ്മൾ ടൈറ്റ് ആക്കും. സോ ദാറ്റ് ഓൾസോ ഹാസ് ബീൻ ഡൺ അലോങ് വിത്ത് ഇൻ അഡ്വാൻസ് കേസസ് ഓഫ് ഗൈനക്കോമാസ്റ്റിയ. കാരണം നമ്മൾക്ക് ഇപ്പോൾ ജിമ്മിൽ വരുന്ന ഐ മീൻ ലൈക്ക് സിൻസ് ഐ എം എ ഫിറ്റ്നസ് കൺസൾട്ടൻറ്റ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ബോഡി ബിൽഡിംഗ് ഒരു സൈഡ്, ദെൻ ആസ് വെൽ ആസ് ബോഡി ബിൽഡിങ്ങിന് അത് ദാറ്റ്സ് ലൈക്ക് 10% ഓഫ് ദ പീപ്പിൾ. ലൈക്ക് അതല്ലാതെ വരുന്ന ബാക്കി മെജോറിറ്റി ആളുകളിലും അമേച്ചേഴ്സ് ആണ്. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ ദിസ് ടെസ്റ്റോസ്റ്ററോൺ ഓർ സംതിങ്, ദേ ജസ്റ്റ് വാണ്ട് ടു ഗോ വിത്ത്. ബട്ട് ഈവൻ ദോസ് പീപ്പിൾ ഹാസ് ദിസ് ഗൈനോ. സോ അങ്ങനെയുള്ളവർക്ക് ഇതിനി അവർ വിചാരിക്കുന്നത് ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺസേൺ ആണ്. സോ ഫോർ ദോസ് പീപ്പിൾ ഓൾസോ ഐ തിങ്ക് ദിസ് ഈസ് വെരി ബെനിഫിഷ്യൽ. കറക്റ്റ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഗൈനക്കോമാസ്റ്റിയ ഇപ്പോൾ ഒരു ഇറവേഴ്സിബിൾ സ്റ്റേറ്റിലാവുമ്പം സർജറി മാത്രമേ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ സർജറി എന്ന് പറയുമ്പം ആസ് എ ഒരു മേജർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ ദിവസം വന്ന് നേരത്തെ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം വന്ന് അഡ്മിറ്റായിട്ട് സർജറി ഏകദേശം ഒരു 1 to 3 hours എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിക്കവറി മോസ്റ്റ്ലി 4 to 6 hours കഴിഞ്ഞിട്ട് സെയിം ഡേ ഈവനിങ് ഓർ നൈറ്റ് ദേ ക്യാൻ ഗോ ബാക്ക് ഹോം. ഈ സർജറി ചെയ്യുന്നത് ഇപ്പം ബോഡി ബിൽഡേഴ്സിനാണെങ്കിൽ അവർക്ക് ഫാറ്റ് കോമ്പണൻസ് കുറവാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ആ ഗ്ലാൻഡ് റിമൂവ് ചെയ്താൽ മതി. ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഹിഡൻ ഏരിയയിൽ ഉണ്ടാക്കിയിട്ട് അത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ല എന്തെങ്കിലും കുറച്ച് ഫാറ്റ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോണ്ടൂർ ചെയ്യാൻ, ചെസ്റ്റ് കുറച്ചും കൂടെ കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ് ലൈപ്പോസെക്ഷൻ. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ സ്കിൻ
ലാക്സ് ആയിട്ടിരിക്കും. അതുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്കിന്നും എക്സസൈസ് ചെയ്ത് ഇല്ലെങ്കിൽ സ്കിൻ ടൈറ്റനിങ്, എനർജി ബേസ്ഡ് സ്കിൻ ടൈറ്റനിങ് മെത്തേഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സ്കിൻ ടൈറ്റനിങ് കൂടെ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താലും ഇതിൻ്റെ റീകവറി റിലേറ്റീവ്ലി ബാക്കി പ്രൊസീജിയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്ററാണ്. ഏകദേശം ഒരു 2 to 3 weeks അവർക്ക് ഒരു ഡൗൺ ടൈം കാണും. ആ ഒരു സമയത്തിൽ അവർക്ക് സ്വെല്ലിങ്, പെയിനും അതെല്ലാം ഒരു ചെറിയ രീതിയിൽ കാണും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പെയിൻ മെഡിക്കേഷൻ, സ്വെല്ലിംഗ് ഒക്കെ കുറയാൻ വേണ്ടി ഒരു ടൈറ്റായിട്ടുള്ള വെസ്റ്റ്, പ്രഷർ ഗാർമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് അവർ ഇടണം സ്ഥിരമായിട്ട്. ആ ഒരു സമയത്ത് തന്നെ അവർക്കൊരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം. അതേപോലെ ഇപ്പം എക്സസൈസ് ആണെങ്കിൽ എറോബിക് എക്സസൈസ് ദേ ക്യാൻ ഡു, ബട്ട് വെയിറ്റ് ട്രെയിനിങ് യൂഷ്വലി ഒരു 4 to 6 weeks അഡ്വൈസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് ദേ ക്യാൻ ഡു വെയിറ്റ് ട്രെയിനിങ്. അത് കഴിഞ്ഞ് നോർമൽ അവരുടെ കോമ്പറ്റേറ്റീവ് ഈവൻറ്റ്സോ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ദേ ക്യാൻ സ്റ്റാർട്ട്. ആൻഡ് യൂഷ്വലി ഈ ഒരു ഗ്ലാൻഡുലർ കോമ്പൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത റിലേറ്റീവ്ലി കുറവാണ്. ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ കൺസേൺ. വൺസ് ഇവരിത് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ദർ എനി പോസിബിലിറ്റി ഫോർ ദാറ്റ് ടു കം ബാക്ക് എന്നുള്ളത്? യൂഷ്വലി ഗ്ലാൻഡ് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. Now the next thing is that's to ma'am actually TRT. So basically testosterone replacement therapy, or we can say HRT, hormone replacement therapy. Like നമ്മുടെ ഇങ്ങോട്ട് ഇത് എനിക്ക് തോന്നുന്നു അത്രയും ഒരു ആയി വന്നിട്ടില്ല. എന്നാലും ആൾക്കാരുടെ ഇടയിൽ അറിയുന്നുണ്ടോ? ഇത് അറിയുന്നുള്ളതിൻ്റെ കാരണം ബിക്കോസ് നവഡേയ്സ് ഇൻസ്റ്റാഗ്രാം ആൻഡ് എവറിതിങ് ഇസ് ദെയർ. സോ ലൈക്ക് നമ്മുടെ ആൾക്കാരും ഒരു ഹൈ ക്വാളിറ്റി, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിലോട്ട് നോക്കുന്ന ആൾക്കാരാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു കുറച്ച് നാൾ മുമ്പ് മേ ബി നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. സോ അത് വരുന്നു. സോ ഇങ്ങനെ ഓരോന്നും മേ ബി ഒരു 15 years മുമ്പ് നമ്മൾ ഈവൻ സിമ്പിൾ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ അടുത്ത് നോ ദാറ്റ്സ് എ ബിഗ് ത്രെറ്റ്. ദെൻ ഒരു 5 years മുൻപ് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ത്രെറ്റ്. ഒരു വെൽനെസ്സിൻ്റെ പാർട്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. സോ ആ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ക്വാളിറ്റി, ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദി പീപ്പിൾ like maybe Sylvester Stallone, you can take an example, Jeff Bezos, you can take an example, or anyone else like that's kind of celebrities, they make these transformations. So alkar vicharikkunnu that's 100% food and diet. Obviously there's 100% food, there's 100% diet, but there's one thing known as this testosterone replacement therapy. Dr. Sumayya, testosterone replacement therapy എങ്ങനെയാണ് advisable or non advisable? What's your suggestion? So as of now നമ്മൾ യൂഷ്വലി ഡെഫിനിറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസിന് മാത്രമേ ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പറയുന്നുള്ളൂ. നമ്മൾ ബേസിക്കലി പേഷ്യൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് നോക്കും, പിന്നെ പേഷ്യൻ്റ് ക്ലിനിക്കലി എങ്ങനെയാണ്, അതായത് പേഷ്യൻ്റ് അതിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ഉണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുള്ളൂ. ബിക്കോസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന് ആക്ച്വലി നമുക്ക് എവിഡൻസ് ഇല്ല, അതായത് സയൻറ്റിഫിക് എവിഡൻസ് നമുക്ക് ഇല്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുക എന്നുള്ളത്. ബിക്കോസ് പലപ്പോഴും സൈഡ് ഇഫക്ട്സ് ആർ മോർ ദാൻ ദ ബെനിഫിറ്റ്സ്. ബിക്കോസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഗൈനക്കോമാസ്റ്റിയ മാത്രമല്ല, ഇപ്പം ലോങ് ടേം ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തന്നെ വരാം. പിന്നെ വേറെ റിസ്ക്, ഇപ്പോൾ പോളിസൈത്തീമിയ, അതായത് ബ്ലഡിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥ, അത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു എഫക്റ്റാണ്. അപ്പോൾ അത് കാരണം സ്ട്രോക്ക് റിസ്ക് വരാം, പിന്നെ BP കൂടാം. അപ്പോൾ അങ്ങനെ അത്രയധികം സൈഡ് ഇഫക്ട്സ് ഇതിനുണ്ട്. സോ ആസ് ഓഫ് നൗ ദർ ആർ നോ ഗൈഡ് ലൈൻസ് റെക്കമെൻഡിങ് testosterone replacement therapy for quality of life. So that's the thing actually. ഈ ചെയ്യുന്നത് നമ്മളിപ്പോൾ പല വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഫോറിനിലെ ആൾക്കാർ ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിൽ നമ്മളിവിടെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാതെ ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഡൂയിങ് ജസ്റ്റ് ആ സജഷൻ ബെറ്റർ ഒരു സൂപ്പർവിഷൻ ചെയ്യുക. ഈ ചെയ്യുന്ന ആളുകളെല്ലാം when we look at the super people, all of them will have a personal doctor or someone to watch out for them. So that's why they are doing it. As well as ഇപ്പോൾ നമ്മൾ ഈ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പറഞ്ഞതുപോലെ തന്നെ there are a lot of ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞു പലരും വരുന്നത് ജിമ്മിൽ വരുന്ന പലരും ദീസ് പീപ്പിൾ ഹാവ് ദീസ് ലോ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ്. നമ്മൾ ചെക്ക് ചെയ്യും. ലൈക്ക് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്ന വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി, മെഗ്നീഷ്യം, ഇതെല്ലാം നോക്കിയിട്ട് മിക്കവർക്കും തന്നെ പർട്ടിക്കുലർലി ഫോർ പീപ്പിൾ ഹൂ വർക്ക് ഇൻ ദാറ്റ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദ ജോബ്, ദീസ് പീപ്പിൾ ഹാവ് ലോ ടെസ്റ്റോസ്റ്ററോൺ. സോ apart from this TRT, there are a lot of natural ways for them to boost this testosterone. So can you tell what are those ways to boost that testosterone? Natural foods, then workout is obviously choice. Yes, definitely. A big role is played by lifestyle modification. അതായത് ഇപ്പോൾ ഡയറ്റിൽ ഇൻഫ്ലമേഷൻ കുറവുള്ള ഡയറ്റ് എടുക്കുക, പിന്നെ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്. ആക്ച്വലി മസിൽ സ്ട്രെങ്തനിങ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ആസ് വെൽ. സോ ഇപ്പോൾ ഡെഫിനിറ്റ് ഒരു ഇന്ന ഫുഡ് ഐറ്റം എടുത്താൽ ടെസ്റ്റോസ്റ്ററോൺ കൂടും അങ്ങനെയില്ല, ബട്ട് ഇറ്റ്സ് ഓവറോൾ ചേഞ്ച് ഇൻ ദ ലൈഫ് സ്റ്റൈൽ
and the lifestyle modification that helps. And basically adiposity കുറയും. ഒരു നമ്മുടെ ബേസിക്കലി നമുക്കെല്ലാം ഇന്ത്യൻസിനൊക്കെ സെൻട്രൽ അഡിപ്പോസിറ്റി ആണ് കൂടുതൽ, വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ്. അപ്പോൾ അത് കുറയുമ്പോൾ തന്നെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയും ബോഡിയുടെ. ആ ഇൻഫ്ലമേഷൻ ആണ് ഈ ബേസിക് ആയിട്ടുള്ള ഈ പ്രോബ്ലംസിന് ഇപ്പൊ ഡയബറ്റീസും ഹൈപ്പർടെൻഷൻ എല്ലാം ഉണ്ടാകും. ഈവൻ നമ്മൾ കുറെ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കാണാറുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ അതിന്റെ അണ്ടർലൈൻ കോസ് ഇത് തന്നെയാണ്. ഇൻസുലിൻ മര്യാദയ്ക്ക് പ്രവർത്തിക്കാതെ വരിക, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ഡയറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ. വേറെ കുറച്ച് സപ്ലിമെന്റ്സ് ഇപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാൽ ഇവൻ ആർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഷിലാജിത്ത്, അശ്വഗന്ധ, ടോങ്കറ്റലി, അങ്ങനെ ഒരുപാട് സപ്ലിമെന്റ്സ്. റിയാലിറ്റി ഇൻ ദിസ് തിങ്, സയന്റിഫിക് എവിഡൻസ് ഈസ് ലാക്കിംഗ് ആക്ച്വലി. മോസ്റ്റ് ഓഫ് ദിസ് നമ്മളിതും വരുന്ന ചോദിക്കുന്നവരോട് പറയാറുണ്ട്, ബിക്കോസ് ദർ ഇസ് നോ സയൻസ്. ഇതെല്ലാം ലൈക്ക് ആനിമൽസിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് സോ വി ഡോണ്ട് ഹാവ് എനി സയന്റിഫിക് എവിഡൻസ്, റൈറ്റ്? ആസ് എ ബോഡി ബിൽഡർ ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല, ഹൗ യു ട്രെയിൻ ആൻഡ് അഡ്വൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മസിൽ സ്ട്രെങ്തനിങ് for like adults, especially adults after 40 years? Not after 40 years. Earlier? Yeah, you should start it earlier actually. What happens is that, after the age of 30, you start losing your muscles, right? Like maybe sarcopenia. Sarcopenia, that's the thing, like 1 to 3%. So like if you're starting it early, what happens is that you can preserve that maximum muscle mass. Correct. Okay. Nowadays, as if we are looking at the people are saying that the founder of youth, or you could say like longevity, there's one organ for longevity and that is muscle എന്നാണ് പറയുന്നത്. So if as you get older, if you can preserve that amount of muscle mass that you're carrying, then you will get a better quality life, you will feel good and everything. So if you haven't started it yet, okay, like 40, 60, whatever the age is, you look at the people, they started at the age of 80 or 100. It doesn't matter. So start it right now എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് തിങ്. നൗ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലൈക്ക് there is no age restriction, muscle strengthening. And when you look at training ആസ്പെക്റ്റിൽ പല ആൾക്കാരും പറയുന്നത് ജിമ്മിൽ പോകുന്ന പല പർപ്പസിനാണ്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. പല ആൾക്കാരും ചിന്തിക്കുന്നത് ജിമ്മിൽ പോകുന്നത് ഡിഫറെൻറ്റ് പർപ്പസാണ്. ലൈക്ക് ഒരാൾ പറയുന്നത് എനിക്ക് ഫാറ്റ് ലോസ് ആണ്, ഒരാൾ പറയുന്നത് എനിക്ക് മേ ബി ഒരു റിഹാബ് ആയിരിക്കാം, ലൈക്ക് ഒരു നീ സർജറി കഴിഞ്ഞ ആൾക്ക് റിഹാബ് ആയിരിക്കാം. വേറെ ഒരാൾ പറയുന്നത് ഞാനൊരു ബെറ്റർ ലൈക്ക് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അതിനു വേണ്ടി പോകുന്നതായിരിക്കാം. സോ വാട്ട് എവർ യുവർ ഗോൾ ഈസ്, whether that's fat loss, whether that's rehab, whether that's your mental stability, muscle strengthening, the best choice is weight training. Yes, yeah. Like you can do cardio, there's no problem doing cardio, but the best choice is, see, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജും to strengthen the muscle you need to do the weight training, to lose fat you need to do the weight training, so then only your metabolism will go up. Now to for rehab, what is rehab actually? Is strengthening of the muscle. Then that mental stability, that also weight training will help you. That's the best medicine. Correct. So everywhere, every age, every place, you have to do that weight training, strengthening your muscles. Correct. Don't wait for someone else to come and say go and strengthen your muscle. Correct. You can start by yourself, right? Yeah. So getting back to topic again, ഗൈനക്കോമാസ്റ്റിയ പലരും ചോദിക്കാറുണ്ട്, ലൈക്ക് അതുകൊണ്ട് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാവും, ബിക്കോസ് ഒരു സ്വെല്ലിംഗ് ആയിട്ട് ചെസ്റ്റ് കാണുമ്പോൾ സോ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? ലൈക്ക് ഗൈനക്കോമാസ്റ്റിയ പെർ സേ ക്യാൻസർ ആയിട്ട് കൺവേർട്ട് ആവില്ല. ദ ഓൺലി തിങ് ഇസ് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഒരു സൈഡിൽ മാത്രം സ്വെല്ലിംഗ് ഉണ്ട്, അത് ഇച്ചിരി ഹാർഡായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ക്യാൻസറിൽ നിന്നും തിരിച്ച് കാണണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ അവിടെയാണ് കാര്യം. സോ ബിക്കോസ് മെയിൽസിൽ ഈവൻ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വിൽ ബി നോയിങ് അപ്പോൾ അറൌണ്ട് 0.5 to 1% ഉണ്ടല്ലോ മെയിൽസിലും ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഷുഡ് ബി റൂൾഡ് ഔട്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ബ്രസ്റ്റ് ടിഷ്യൂ അങ്ങനെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ദാറ്റ് വിൽ നോട്ട് ലേറ്റർ പ്രോഗ്രസ് ഇൻ ടു ക്യാൻസർ. So doctor, bodybuilders as well as ഈ പറയുന്ന ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, if they do this surgery long term ആയിട്ട്, whether it causes any problems for them or any troubles or anything like that? നമ്മൾ ഈ പറയുന്ന ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ റെസിഡ്യൂൽ ഒരു ബ്രസ്റ്റ് ടിഷ്യൂ ഇല്ലെങ്കിൽ ഫൈബ്രസ് ഫാറ്റി ടിഷ്യൂ, ഒരു ഗ്ലാൻഡുലർ കമ്പോണൻ്റ് ആണ് ഉണ്ടാകുന്നത്. ഇത് യൂഷ്വലി സ്കിന്നും മസിലിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ ഇത് സർജിക്കലി റിമൂവ് ചെയ്യുമ്പം ഈ സ്കിന്നും മസിലിൻ്റെ ഇടയ്ക്ക് റിമൂവ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി അതൊരു മസിലിനെയും കൂടെ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ നോർമൽ ഒരു ഹീലിംഗ് യൂഷ്വലി ഒരു 3 months to 6 months ആ ഒരു സമയം നോർമൽ ഒരു ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ
യൂഷ്വലി അത് ലോങ് ടേമിൽ ഒരു രീതിയിലും ഒരാളെ എഫക്റ്റ് ചെയ്യത്തില്ല. അവരുടെ വെയിറ്റ് ട്രെയിനിങ്ങോ മസിൽ ട്രെയിനിങ് സ്ട്രെങ്തനിങ്ങോ ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യത്തില്ല. സോ യൂഷ്വലി അത് ലോങ് ടേമിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇൻഫാക്ട് ഓഫ് എനിത്തിങ് ലൈക്ക് ദി ഹോർമോൺ ഓർ മേ ബി ദി സ്ട്രെങ്ത് ഓർ അങ്ങനത്തേതായിട്ടുള്ള യാതൊരു പ്രോബ്ലംസും ഇല്ല. ഹോർമോണൽ ആസ്പെക്ട് എങ്ങനെയാണ് അത്, ലൈക്ക് വെദർ ഇത് എടുത്തു കഴിയുമ്പം അഗെയിൻ വെദർ ദേ ക്യാൻ ഗ്രോ, ഒരു ഗ്ലാൻഡ് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടോ ഡോക്ടർ സുമയ്യ? സർ അത് അണ്ടർലൈങ് ഏതാണ് മൂല കാരണം എന്താണെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ അണ്ടർലൈങ് എന്തെങ്കിലും ഒരു കോസ് ഉണ്ടായിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് അത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റെസിഡ്യൂൽ ആയിട്ട് എന്തെങ്കിലും അവിടെ നമ്മൾ റിമൂവ് ചെയ്ത ടിഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ വളർച്ച കൊണ്ട് ചിലപ്പോൾ വീണ്ടും റെക്കറൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്ത കേസസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനത്തെ കേസസ് പിന്നെ ഗ്ലാൻഡ് ഫുള്ളായിട്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വരാൻ ചാൻസ് കുറവാണ് റിലേറ്റീവ്. ഡുഡു ആസ് എ കോച്ച് ആൻഡ് എ ട്രെയിനർ, ഇപ്പോൾ ഒരു ആസ്പയറിംഗ് ബോഡി ബിൽഡർ നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ അവർക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെങ്കിൽ നൗ ഹൗ യു വിൽ അഡ്രസ് ദം, ലൈക്ക് എന്താണ് സജഷൻ കൊടുക്കാൻ പോകുന്നത്? ബോഡി ബിൽഡർ ഒരു ജനറൽ ആയിട്ട് വരുന്ന ആൾ, ലൈക്ക് ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് അവർക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ദേ ക്യാൻ ഡു ദ വർക്കൗട്ട് ആൻഡ് ദേ ക്യാൻ ഫിക്സ് ഇറ്റ്. ആക്ച്വലി ദേ ക്യാൻ ഫിക്സ് ഇറ്റ്, ദാറ്റ്സ് സ്യൂഡോഗൈനോ ആസ് വി ഡിസ്കസ്ഡ്. അതല്ലാത്ത കേസിൽ if someone is coming to me and it's gynecomastia, then obviously I will refer them to an endocrinologist. And അത് നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിലും ബോഡി ബിൽഡർ, they don't have to worry. Okay, because this can happen to anyone. Okay, so that's not a problem. If this is happening at നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു what they have to do. Okay, they will hide it and maybe ഇപ്പോൾ ബോഡി ബിൽഡർ ആണെങ്കിൽ they will stop competing. ജനറൽ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ they will never remove the t-shirts. Now it's Instagram world, so everybody has to take a picture and also like ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ you can easily do that. So I can always refer the person to an endocrinologist. And if there's a surgery needed, then ma'am can refer to doctor. As you told, like Instagram pictures, like ഇപ്പം authenticity എനിക്കറിയില്ല, ബട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഡോണി ജോൺസൺ റോക്ക് WWF wrestler, he has done gynecomastia surgery. Oh, definitely he has done it. So അങ്ങനത്തെ കുറേ celebrities they have done and they have openly telling about it. So അതൊരു വലിയ കാര്യമല്ലെന്ന് തന്നെയാണ്. ഇത് അത്രയും വലിയൊരു കാര്യമല്ല, because as doctor said, this is a procedure of just 2 or 3 hours. Yes, correct. So it's a very simple thing, very simple. Anybody can come and do it. So now these people, they know where to come. Correct, yeah. So in general gynecomastia ഒരു ബിനൈൻ ആണ്, അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല ആൾക്കാരും they are living with it happily and even ചില സെലിബ്രിറ്റി ബോഡി ബിൽഡേഴ്സ് have performed it with that well. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ചിലർക്ക് അത് ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിക്കലി അവർക്ക് ഡിസ്ട്രെസ്സിങ് ആകാം, അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് ഈവനെ എഫക്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതിനൊരു മെഡിക്കൽ ഇവാലുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിനെക്കുറിച്ചൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകാവുന്നതാണെങ്കിൽ അത് എടുത്തിട്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സബ്സൈഡിങ് വിത്ത് ഓൾ ദാറ്റ്, എന്നിട്ടുള്ള നമുക്കൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അതിന് ചെയ്യുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലരും സെൽഫായിട്ട് ചെയ്യും. കറക്റ്റ്, ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ആക്ച്വലി. സോ യു ഷുഡ് ടേക്ക് ദി ഒപ്പീനിയൻ ഓഫ് ആൻ എൻഡോക്രൈനോളജിസ്റ്റ് ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി. അപ്പോൾ പലർക്കും അതൊരു അറിയത്തില്ല ആരുടെ അടുത്ത പോകേണ്ടത്. യൂഷ്വലി ഇറ്റ് ഹാസ് ടു ബി ഇവാലുവേറ്റഡ് ബൈ ആൻ എൻഡോക്രൈനോളജിസ്റ്റ് ഐഡിയലി ഫസ്റ്റ്, ആൻഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ദെൻ വി ഹാവ് ടു ഗോ ഫോർ എ സർജറി. ആൻഡ് സർജറി ഐഡിയലി ദേ ഷുഡ് ഗോ ടു എ ബോർഡ് സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് സർജറി വേണോ എന്നൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് ആൻ എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. കറക്റ്റ്. അപ്പം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ അത് ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് ബെസ്റ്റ് പോസിബിൾ വേ ആൻഡ് ഫോർ ബെസ്റ്റ് റിക്കവറി വി ക്യാൻ സജസ്റ്റ് ദം ട്രീറ്റ്മെൻറ്റ്. ബട്ട് മോസ്റ്റ്ലി വാട്ട് വി സീ ഇപ്പോൾ അവയർനെസ്സിൻ്റെ കുറവ് കാരണം ആയിരിക്കാം ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർ പറയും ഇപ്പം 3-4 വർഷമായിട്ടുണ്ട് ആ ഒരു ഇറിവേഴ്സിബിൾ സ്റ്റേജിലാണ് വരുന്നത്. ഒരു ഫസ്റ്റ് 6 months വന്നാൽ മെഡിക്കൽ തെറാപ്പി നല്ല എഫക്റ്റീവ് ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ബട്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു റിവേഴ്സിബിൾ അല്ലാത്ത സ്റ്റേജിലാണ് പലപ്പോഴും അവർ വരുന്നത്. സോ ഇൻ ദാറ്റ് കേസ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വിൽ provide very good results. So the awareness increase ചെയ്യുന്ന അനുസരിച്ച് hopefully people will start coming earlier. And I hope like with this talk many people know more about this condition and they can approach for any further clarification to us and reach out individually any of us. And I thank Dr. Sumayya and Dudu for joining for this talk. Thank you. Thank you.